ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നാട്ടിലെ മഴയൊക്കെ കുറഞ്ഞോ? ഞാനങ്ങ് ഒറീസയിലാണല്ലോ. അപ്പോൾ അവിടുത്തെ മാർക്കറ്റിൽ പോയ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ കേട്ടോ. അവിടെ മാർക്കറ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇല്ല, ആഴ്ചയിൽ ഒരു ദിവസമേ മാർക്കറ്റുള്ളൂ. നമ്മുടെ അടുത്ത് തന്നെ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കാണാമല്ലോ എന്ന് കരുതി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് നമ്മൾ പോയത്. അപ്പോഴവിടെ ചെന്നപ്പം കാണാം ഇങ്ങനെ തറയിൽ ഇങ്ങനെ ടാർപ്പയൊക്കെ വിരിച്ച് മുകളിൽ ടാർപ്പയൊക്കെ വലിച്ചു കെട്ടി നമ്മൾ ചാക്കൊക്കെ ഇട്ട് അതിനകത്തൊക്കെയാണ് പച്ചക്കറികളൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കൂട്ട് വാടിയിരിക്കുന്ന പച്ചക്കറികളൊന്നും അല്ലായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് പച്ചക്കറികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ പലവ്യഞ്ജനങ്ങളും ഒക്കെ എല്ലാ സാധനങ്ങളും അവിടെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിന് അത്രയും വിലയുമില്ല, എല്ലാത്തിനും തീരെ വിലക്കുറവായിരുന്നു. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാണോ? പിന്നെ ഈ കണ്ടാലോ? പിന്നെ ഈ ഇരിക്കുന്നത് നമ്മുടെ മുളയാണ്. മുളയുടെ കൂമ്പ് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് ഉണക്കിയിട്ട് പിന്നെ മീനകത്തൊക്കെ ഇടും. ഇവര് മീനിൻ്റെ കൂടെ മീൻ കറി വെക്കുന്നതിനകത്തൊക്കെ ഇടും. പിന്നെ തോരൻ വെക്കാനും ഒക്കെ ഉപയോഗിക്കും കേട്ടോ. നല്ലതാണ്, ഞാൻ കഴിച്ചിട്ടില്ല, അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ഈ സൈഡിൽ കുറേ മുളക്, മല്ലി, മഞ്ഞൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് ഈ സൈഡിൽ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ക്യാരറ്റ് മേടിച്ചു. ക്യാരറ്റിന് 50 രൂപയ്ക്ക് നമ്മൾ ക്യാരറ്റ് മേടിച്ചു. 1 കിലോ ക്യാരറ്റിന് 50 രൂപയാണ്. അങ്ങനെ ക്യാരറ്റ് മേടിച്ചു. തക്കാളി, ഇതിനെല്ലാം വിലക്കുറവാണ് കേട്ടോ. നമ്മൾ 300 രൂപ കൊണ്ടുപോയിട്ട് 50 രൂപ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ നമ്മൾ ഒരുപാട് സാധനങ്ങളും മേടിച്ചു കേട്ടോ, നിറച്ച് സാധനങ്ങളും മേടിച്ചു. പച്ചക്കറികൾക്കൊക്കെ വിലക്കുറവാണ്, കൂടാതെ നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടുകയും ചെയ്യും. ഇതുപോലെ മാർക്കറ്റുള്ള സമയത്ത് പോവുകയാണെങ്കിൽ ഇഷ്ടം പോലെ പച്ചക്കറി മേടിച്ചുകൊണ്ട് വരാം കേട്ടോ. അതേപോലെ പച്ചക്കറികൾക്ക് നല്ല വിലക്കുറവാണ്, ഫ്രഷുമാണ് പച്ചക്കറികൾ. അവിടെ ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ പുറത്തുള്ള മാർക്കറ്റിൽ പോയിട്ടുള്ളവരെ കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ മാർക്കറ്റ് കേട്ടോ. നല്ല രസമാണ്, എല്ലാവരും കൂടെ വന്ന് കൂടി നിന്ന് അന്ന് ഈ മാർക്കറ്റിൽ പോയി സാധനം മേടിക്കാനൊക്കെ ഇഷ്ടം പോലെ പേരുണ്ട് കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഇതുപോലെയുള്ള കുഞ്ഞു മാർക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിലെയൊക്കെ. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, കാരണം എവിടെ നോക്കിയാലും ഈ പച്ചക്കറി കടകളും അങ്ങനെയൊക്കെയുള്ള വെജിറ്റബിളിൻ്റെ ഒക്കെ ഇങ്ങനെ കടകളൊക്കെ എല്ലായിടത്തും ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള കുഞ്ഞു ഒരു ദിവസം ഇങ്ങനെ വന്ന് ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരുവാണ്. എനിക്കിപ്പം അങ്ങനെ എങ്ങും കാണുന്നില്ല നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇവിടെ ആ പണ്ടത്തെ നൊസ്റ്റും ഒക്കെ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ നാട്ടെ ഈ പാവയ്ക്കയില്ലേ, പാവയ്ക്കും വിലക്കുറവ്. 40 രൂപയ്ക്ക് 1 കിലോ പാവയ്ക്ക കിട്ടി. ഇഷ്ടം പോലെ പാവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടം പോലെ പാവയ്ക്ക. ഈ പാവയ്ക്ക ഞാനിവിടെ വന്ന് കഴിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ കടലമാവിൽ മുക്കിയിട്ട് ഇതിങ്ങനെ പൊരിച്ചെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പാവയ്ക്ക കടലമാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നത്, വട്ടം അരിഞ്ഞിട്ട് കടലമാവിൽ മുക്കി പൊരിച്ചെടുത്താൽ അത് മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചായിരുന്നു. നാട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ കഴിച്ചു നോക്കണമെന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ ഇവിടുത്തെ ഉരുളൻകിഴങ്ങ് കണ്ടപ്പം നല്ല മണ്ണ് പറ്റി അങ്ങനെ ഇരിക്കുന്ന ഉരുളൻകിഴങ്ങാണ്. കാരണം വെച്ചാൽ ഫ്രഷായിട്ട് കൊണ്ടുവരുന്ന ഉരുളൻകിഴങ്ങ. അതിനകത്തൊന്നും ഒരു കിളിർപ്പ് പോലും വന്നിട്ടില്ല. നാട്ടിൽ നിന്ന് ഉരുളൻകിഴങ്ങ് വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാം ഇങ്ങനെ കിളിച്ചിരിക്കുന്നതാണ്. ഇത് അങ്ങനെയുള്ള ഉരുളൻകിഴങ്ങൊന്നുമല്ല കേട്ടോ, നല്ല അടിപൊളി ഉരുളൻകിഴങ്ങാണ്. പിന്നെ മത്തങ്ങ ഉണ്ടായിരുന്നു, 20 രൂപയാണ് ആ ഒരു പീസ് മത്തങ്ങ കേട്ടോ. പിന്നെ നമ്മൾ മേടിച്ചു, നമ്മൾ തോരൻ വെക്കാമല്ലോ എന്ന് കരുതി മേടിച്ചു. കായ്ക്കൊക്കെ വിലക്കുറവാണ് കേട്ടോ, നല്ല വിലക്കുറവാണ്. അതുകൊണ്ട് അത്രയും കായുണ്ട്, അതിന് 20 രൂപയാണ് ഈ ഒരു കായ്ക്ക്. അങ്ങനെ മേടിച്ചു. പിന്നെ പയർ മേടിച്ചു, അതാണ്ട് പാവയ്ക്ക മേടിച്ചു. അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചു, അധികം വിലയൊന്നും ആയില്ല. പിന്നെ ഇങ്ങോട്ട് നടന്നപ്പം കാണാം അവിടെയാണെങ്കിൽ മുളക്, കാശ്മീരി മുളക് അങ്ങനെയൊക്കെയുള്ള മുളകുകളില്ലേ, അതെല്ലാം കുറേ വിൽക്കാനായിട്ടുണ്ടായിരുന്നു. നിറച്ചാളുണ്ടായിരുന്നു കേട്ടോ മാർക്കറ്റിൽ. നിറച്ചാളെന്ന് വെച്ചാൽ നിറച്ചാൾ, ശരിക്കും ആളുണ്ടായിരുന്നു എല്ലാ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാനായിട്ട്. ഇവിടെ കടല, തോമരപ്പരിപ്പ്, പയർ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം ഇങ്ങനെ കുഞ്ഞായിട്ട് നമുക്ക് തൂക്കി കൊടുക്കും കേട്ടോ. അതെല്ലാം ഇവിടെ തൂക്കി കിട്ടും. പിന്നെ ഇവിടെ കിഴങ്ങ് കൊടുക്കുന്നുണ്ട്, ഉള്ളി കൊടുക്കുന്നുണ്ട്, സവാളയ്ക്കൊക്കെ വിലക്കുറവാണ്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് കൊച്ചുള്ളി ഇല്ല കേട്ടോ, നമ്മുടെ കൊച്ചുള്ളി കാണാൻ പോലും ഇല്ല. ഇവിടെ എല്ലാം വലിയ ഉള്ളിയാണ്. വലിയ ഉള്ളി എന്ന് വെച്ചാൽ അത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരുന്നതിൻ്റെ അത്രയും വലിയ സവാളയല്ല, ഒരു മീഡിയം സവാള എന്ന് പറയാം, അതേപോലെയുള്ള സവാളയാണ് ഇവിടെ കിട്ടുന്നത്. കുഞ്ഞുള്ളി കാണാൻ പോലും ഇല്ല കേട്ടോ. നമ്മളെല്ലാം കറി വെക്കുന്നത് ഈ സവാള ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. കൊച്ചുള്ളി ഇവിടെ കിട്ടാനേ ഇല്ല. പിന്നെ കുക്കുംബറിൻ്റെ സീസണാണ് ഇവിടെ. ഇഷ്ടം പോലെ കുക്കുംബർ, നമ്മൾ പോകുന്ന വഴിയിലും എല്ലാം ഇഷ്ടം പോലെ കുക്കുംബറുണ്ട് കേട്ടോ. കുക്കുംബർ പിന്നെ ഇങ്ങനെ മുറിച്ച് അതിനകത്ത് ഉപ്പും മുളകും ഒക്കെ ഇട്ട് ഇങ്ങനെ വിൽക്കാനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ക്രിസ്റ്റി ഇങ്ങനെ
ക്രിസ്റ്റിയാണ് പൈസ കൊടുക്കുന്നത് കേട്ടോ. അങ്കിള് പൈസ ക്രിസ്റ്റിയുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്റ്റി പൈസയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക കൊടുക്കാൻ വേണ്ടി. ക്രിസ്റ്റിക്ക് കണക്കറിയാം, നോക്കി മേടിക്കണം, ഇനി എത്ര രൂപ ബാക്കി വന്നു എന്നൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റിയുടെ കയ്യിൽ പൈസ കൊടുത്തിരിക്കുകയാണ്. പിന്നെ നല്ല കോവയ്ക്ക ഉണ്ടായിരുന്നു, കുറേ എടുത്ത് കോവയ്ക്ക കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് കോവയ്ക്ക കിടപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉള്ളി മേടിച്ചു, ഉള്ളി മേടിച്ചു, പാവയ്ക്ക മേടിച്ചു, പിന്നെ എന്നായിരുന്നു ക്യാരറ്റ് മേടിച്ചു, പയറ് മേടിച്ചു. അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ മേടിച്ചു. അതുകൊണ്ട് ഈ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥലത്ത് ഇതേപോലെ കണ്ണാടിയും അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ മേടിക്കാനുണ്ടായിരുന്നു. കണ്ണാടി, നമ്മുടെ കുഞ്ഞു കട, ഒരു കണ്ണാടി, ചരടുകൾ, അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ മലക്കറിയും സാധനങ്ങളും ഒക്കെ മേടിച്ചു. നമ്മൾ കുറേ ഐറ്റംസ് മേടിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ചതാണ് നമ്മൾ പോവാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി ഞാൻ ഇനി എത്തുന്നതാണ്. അപ്പോഴെല്ലാവരും സുഖമായിരിക്കട്ടെ.